ഹലോ ഗായ്സ്, ഇന്നത്തെ സ്വാഗതം. നമ്മൾ ഇന്ന് കോൾജസ്റ്ററിൽ സ്ട്രോബെറി പിക്കിംഗ് ആണ് ഗായ്സ്. ആരെയും അതിനുണ്ട്. അപ്പൊ നമുക്ക് പോകാം. സ്ട്രോബെറി പിക്കിങ്ങിനുള്ള ഫാമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവൈലബിൾ ഉള്ള ഫ്രൂട്ട്സ്, ഇവിടെ ഉള്ള ഷോപ്പ്, അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ ബോർഡിൽ തന്നെ ഉണ്ട്. നമ്മളങ്ങനെ എൻ്റർ ആവുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ എൻ്റർ ആകുമ്പോൾ ഇവിടെ പാർക്കിങ്ങിനുള്ള എല്ലാം ഉണ്ട്. ഞാനിവിടെ വണ്ടി ഇവിടെ ഇട്ടതിന് ശേഷം വന്നാണ് ഇത് എടുത്തത്. വേണ്ട ഒത്തിരി പാർക്കിങ്ങിന് വേണ്ടിയുള്ള വേണ്ട സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഡ്രിങ്ക്സ്, മറ്റേ വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ ചായ, അങ്ങനത്തെ ഷോപ്പ് എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ഹോം മെയ്ഡ് സ്നാക്സ്, ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള ഷോപ്പാണത്. ആ ഷോപ്പിൻ്റെ അവിടെയായിട്ട് നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഫാമിൻ്റെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ട്രോബെറി പിക്കിങ്. നമുക്ക് ഇവിടുന്ന് ബോക്സ് എല്ലാം കളക്ട് ചെയ്യാം. ബോക്സ് എല്ലാം കളക്ട് ചെയ്ത് പുള്ളിയാണ് നമുക്ക് ഇതിന് വേണ്ട എല്ലാ ഇൻഫർമേഷൻ തരും. എങ്ങോട്ട് പോകണം, എവിടെ പോകണം, ഏത് വഴിക്ക് പോയാലാണ് പറിക്കേണ്ടത്, അങ്ങനെയെല്ലാം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പറിച്ചു വച്ചത് മേടിക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ പറിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ പേയ്മെൻറ്റ് വിവരങ്ങളെല്ലാം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അവിടെ ചോദിച്ചതിന് ശേഷം പറയാം. ഇവിടെ ഇങ്ങനെ റൂട്ട് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെയാണ് പോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് പറിക്കേണ്ടതെന്നുള്ള എല്ലാ മാപ്പൊക്കെ ഇവിടെ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് പോയാൽ നമുക്ക് പറിക്കാം. അവർ പറഞ്ഞതനുസരിച്ച് അവർ യെല്ലോ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലാഗ് അനുസരിച്ച് പോയാൽ അവിടെയാണ് കൂടുതലും ഉണ്ടാവുന്നത്. ഇന്നത്തെ പിക്കിംഗ് ഉള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഏകദേശം സീസൺ തീരാറായെന്നാണ് പറഞ്ഞത്. ഈ വീക്കോട് കൂടി ഇത് ക്ലോസ് ചെയ്യും. ഇവിടെ നമ്മൾ ഓരോ ബോക്സിൻ്റെ വിലയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഷോപ്പ്. ഷോപ്പിനകത്ത് ഒരു ഫാമാണ്. ഫാമിൻ്റെ ഉള്ളിൽ അവർ ചെറിയൊരു ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി പറിക്കണോടത്ത് എത്തിയിരിക്കുകയാണ്. ആദ്യം സ്ട്രോബെറി പറിച്ചു തുടങ്ങി, തീറ്റയും തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആദ്യം? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൽ വരുമ്പോൾ അവിടെ നിന്ന് ഒരു പാത്രം തരും. ഈ പാത്രത്തിലാണ് നമ്മൾ കളക്ട് ചെയ്യണത്. ഇത് വേറെ എന്തുവാ? ഇതെന്ത് സാധനമാണ്? എന്തോ പൊഴുതി. ഇത് വേറെ എന്തോ കായ പോലത്തെ സാധനമാണ് ഗൈസ്. ഇത് കണ്ടോ? ഇത് എന്തൊരു സാധനം ഉണ്ടായി കിടക്കുന്നുണ്ട്. പയർ പോലത്തെ എന്തോ സാധനമാണോ? അതിലെന്നാ ഉള്ളത്? എന്തോ ഒരു പയറാണ്. തോട്ടങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്കിടെ ഉണ്ട്. ഒത്തിരി ആൾക്കാർ വന്ന് പറിക്കുന്നുണ്ട്. ഇത് വേറെ എന്തോ ഒരു ഫ്രൂട്ടാണ് ഗൈസ്. റാസ്ബെറി ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ആ ഓക്കെ, അതാണ് ആദ്യം പറഞ്ഞ കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ
ഓരോ സ്ഥലത്തേക്കിടെ ഇങ്ങനെ നിറച്ച് ഫാം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇടയിലൂടെ ഒക്കെ പോയി ഇങ്ങനെ നമുക്ക് തന്നെ പിക്ക് ചെയ്യാവുന്നതാണ്. ഉണ്ടോ ആദ്യയിലൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഉണ്ടോ ഇവിടെ എന്തോ ഈ ഫ്ലവറൊക്കെ ഉണ്ട് നിറച്ച്. എന്തോ ഒരു ഫ്ലവർ കൃഷി ചെയ്തേക്കണാണ്. ഓ അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സ്ട്രോബെറി പറിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ സ്ട്രോബെറി നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ ഇടയിലൂടെ നിറച്ച് സ്ട്രോബെറി ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ പറിച്ച് കുറഞ്ഞു തുടങ്ങി. ആദ്യം ഇവിടെ പാത്രമൊക്കെ വെച്ചാൽ മുട്ടുകുത്തി ഇഴഞ്ഞൊക്കെയാണ് പറിക്കാൻ പോണേ. ആ പഴുത്താവണുള്ളൂ. കൊച്ചു പഴുത്തത് നോക്കി പറിച്ചാൽ മതി. ഏതോ ഒരു ഷേപ്പിലുള്ള സാധനം സ്ട്രോബെറി അതുപോലെ അറിയാൻ പാടില്ല. എന്ത് ഷേപ്പാണ് ഗൈസ്? മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യെല്ലോ റിബൺ വച്ചാണ് മാർക്ക് ചെയ്തേക്കണേ. ഇങ്ങനെ യെല്ലോ റിബണുള്ള ഈ വഴിയിലൂടെ അങ്ങ് നടന്നു പോയാൽ സ്ട്രോബെറി അങ്ങനെ അതൊക്കെ പറിക്കാനുള്ള വഴികൾ അവരിങ്ങനെ റിബൺ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അടുത്ത ഫ്രൂട്ട്സ് ഉള്ളിടത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിറച്ചുണ്ടായി കിടക്കേണ്ടത് ഇതാണ് ആ ഫ്രൂട്ട്. ഇതാന്ന് തോന്നുന്നു. മറ്റേ അവിടെ എഴുതിയേക്കണ എന്തോന്നാ കരട്ടൻസോ അങ്ങനെ എന്തോ എഴുതിയിട്ടേക്കണ. ഇതിൻ്റെ ഇടയ്ക്കൂടെ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. ഇതിലെല്ലാം നിറച്ചുണ്ടായി കിടക്കേണ്ട ആ സാധനം. എന്തായാലും ഇതും കുറച്ച് പറിച്ചേക്കാം. അത് ഭയങ്കര ബ്ലാക്ക് കളറുള്ള പോലെ ആവണം, എന്നാലാണ് പുളിയില്ലാത്ത കഴിക്കുള്ളൂ. അല്ലാതെ ഇതിനൊക്കെ നല്ല പുളിയാണ്. റെഡ് കളറായി കിടക്കുവാണെങ്കിൽ ഇതിനൊക്കെ നല്ല പുളിയുണ്ട് കാശ്. അതുകൊണ്ട് ഇതിൽ നിറച്ചുണ്ടായി കിടക്കണ്ട. ആദ്യം വേണ്ട ഈ കളറാണ്. ഈ കളറായതാണ് കേസ് ഇച്ചിരി മധുരമുള്ളത്. നല്ല ഡാർക്ക് റെഡ് ആണ്. ഇതല്ല, അതിന് പുളിയായിരിക്കും. ഇത് ഒത്തിരി ഉണ്ടായി കിടക്കുന്നുണ്ട് കാര്യം. ഇവിടെ ആ നിരയിൽ മൊത്തം കുറച്ചിങ്ങനെ ഡാർക്കായിട്ട് കിടക്കണം. ഇവിടെയൊക്കെ ലൈറ്റ് റെഡ്. അവിടെ അത് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ നമ്മൾ അടുത്തത് ബ്ലാക്ക് കറണ്ട് ഉള്ള സ്ഥലത്ത് എത്തി കേസ്. ആദ്യം കാണിച്ച ബ്ലാക്ക് കറണ്ട് കുറച്ചത് വേണ്ട ഇതുപോലെയാണ് കേസ് ഇരിക്കുന്നത്. ബോംബൊന്നുമല്ല, ചെറിയൊരു ബ്ലാക്ക് കറണ്ട് ഇവിടെ ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ബ്ലാക്ക് കറണ്ടിൻ്റെ സീസൺ കഴിയാറായെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ചോട്ടിക്കിടയൊക്കെ ഇങ്ങനെ നിറച്ച് ഒത്തിരി ചാടി കിടക്കുന്നുണ്ട്. ഞാനിത് ബ്ലാക്ക് കറണ്ട് ആദ്യമായിട്ടാണ് ഗൈസ് കഴിക്കുന്നത്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മളിതിൻ്റെ വെള്ളം കുടിക്കാറുണ്ട്, എങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട് ഇപ്പോഴാണ് കഴിക്കണത്. ഗൈസ് ഇവിടെ എല്ലായിടത്തും നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ പറിച്ചിടാൻ വേണ്ടി ഇങ്ങനെ ബോക്സ് വന്നിട്ടുണ്ട്. ഈ ബോക്സിൽ നമുക്ക് പറിച്ചുകൊണ്ടുപോയിട്ട് ലാസ്റ്റാണ് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇവിടുന്ന് പറിച്ച് എന്തോരം വേണമെങ്കിലും തിന്നാം, അതിന് പൈസ കൊടുക്കണ്ട. അതുകൊണ്ട് ആദ്യം അത് തകർക്കുന്നുണ്ട് ഗൈസ്. ആദ്യക്ക് പക്ഷേ ബാക്കി എല്ലാത്തിനേക്കാളും ഇഷ്ടം സ്ട്രോബെറിയാണ്. അതുകൊണ്ട് പറിച്ച സ്ട്രോബെറി ഇപ്പോൾ തന്നെ ആദ്യം തീർക്കുമെന്നാണ് തോന്നുന്നത്.
നിങ്ങളിപ്പോ പറ. അല്ല ഇതാണ് ഗൈസ് റെഡ് കറന്റ് ബ്ലാക്ക് കറന്റ് രണ്ട് ആദ്യത്തെ കയ്യിലിരിക്കുന്നുണ്ട്. റെഡ് കളറും ബ്ലാക്ക് കളറും സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. സ്റ്റൂളൊന്നും അല്ലായിരുന്നു ഗൈസ്, അത് തേനീച്ചപ്പെട്ടിയാണ്. നാട്ടിലെ പോലെ ഇവിടെയും തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നിടത്തൊക്കെ എവിടെയാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലുള്ളതെന്ന് അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ആ സ്ഥലത്ത് നമുക്ക് ഇതുപോലെ യെല്ലോ റിബൺ കെട്ടി ഇങ്ങനെ പോണ വഴി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ എവിടെയാണ് കൂടുതലുള്ളതെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ റെഡ് കറന്റ് പറിച്ചെടുത്തുനിന്ന് അപ്പോൾ നമ്മൾ അടുത്ത് സൺഫ്ലവറൊക്കെ പൂവ് നിൽക്കണം അടുത്ത് എത്തിയിട്ടുണ്ട്. ആദ്യം സൺഫ്ലവർ പൂവിൻ്റെ ഒക്കെ അടുത്തേക്കടെയൊക്കെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒത്തിരി ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ ഫാമാണ് സൺഫ്ലവർ. ഇതിലൊക്കെ പിന്നെയും വേറെ സ്ട്രോബെറി ഒത്തിരി നട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടായി വന്നുള്ളൂ, ചെറിയ തൈകളാണ്. ഇതിങ്ങനെ മറ്റേ സൺഫ്ലവറിൻ്റെ തോട്ടം ഇതിൻ്റെ ഓപ്പോസിറ്റ്. നാട്ടിലെ പോലത്തെ എന്തോ ഒരു ഈച്ചക്കണി ഉണ്ട് വയസ്സ് ഇവിടെ ഉണ്ടോ. ഇതെല്ലാം ഇടത്തേക്ക് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് കിടക്കാൻ മറ്റേ ഈച്ച വരുമ്പോൾ ഈച്ചക്കണി ഈച്ചയെ അട്രാക്റ്റ് ചെയ്യും ഈ കണി. അപ്പോൾ ഗായ്സ് നമ്മളത് പറിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്താറായി. അതിൻ്റെ ലൊക്കേഷനും അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പോകേണ്ടവർ ഈ വീക്ക് തന്നെ പോവുക. ഈ വീക്കോടുകൂടി ഏകദേശം എല്ലാം തീരും. അപ്പോൾ ഗായ്സ്, see you in the next video. Bye.